السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെയും നമ്മുടെ ബന്ധുമിത്രാകൃതികളെയും ഉൾപ്പെടുത്തി അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. പുറത്തിരിക്കുന്ന ആളുകൾ അകത്ത് കയറിയിരിക്കണം. AC പ്രശ്നമില്ലെങ്കിൽ എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അകത്ത് സൗകര്യങ്ങളുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം കഴിഞ്ഞ ദിവസം പൈശാചികവും മനുഷ്യത്വരഹിതവുമായ ഒരു ഭീകരാക്രമണത്തിന് ഇരയായ സംഭവം നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടലിലാണ് നമ്മുടെ രാജ്യവും രാജ്യത്തെ അധിവസിക്കുന്ന നമ്മളൊക്കെ. നിരപരാധികളായ 26 ആളുകളാണ് ഈ ക്രൂരമായ അക്രമത്തിലൂടെ വധിക്കപ്പെട്ടത്. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന ജമ്മു കാശ്മീരിലെ പഹൽഗാം എന്ന ടൂറിസ്റ്റ് സ്ഥലത്താണ് ഈ കൊടും ക്രൂരത നടന്നത്. നമുക്ക് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു ഇന്ത്യൻ പൗരനായ, അതോടൊപ്പം ഒരു സത്യവിശ്വാസിയായ നമുക്ക് ചെയ്യാനുള്ള കാര്യം ശക്തമായ രൂപത്തിൽ ഇങ്ങനെയുള്ള അക്രമങ്ങളെ അപലപിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിരപരാധികളായ ആ വിനോദസഞ്ചാരികളെ നടത്തിയ ക്രൂരകൃത്യം അത് മാപ്പർഹിക്കാത്ത തെറ്റാണ് എന്ന് ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കണം. കുറ്റവാളികൾ ആരായാലും അവരുടെ ലക്ഷ്യം എന്താണ് എന്നത് കണ്ടെത്തണം. അതിൽ എന്തെങ്കിലും സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത്തരം അക്രമങ്ങൾ നടക്കാതിരിക്കാൻ മാത്രമുള്ള ശക്തമായ സുരക്ഷകൾ അതിർത്തി പ്രദേശങ്ങളിൽ ഒരുക്കിയിരിക്കണം എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നഷ്ടമായി, രാജ്യത്തിൻ്റെ ഒരു പ്രശ്നമായി ഉയർത്തിക്കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഇങ്ങനൊരു അക്രമം നടക്കുമ്പോൾ അത് മതവിദ്വേഷത്തിൻ്റെ, ജനങ്ങളെ പരസ്പരം അടുപ്പിക്കുന്ന, അകൽച്ചയിലാക്കുന്ന ഒരു പ്രചരണത്തിലേക്കും ഒരു ആശയത്തിലേക്കും ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അനീതിയും അക്രമവും ഇതുപോലെയുള്ള കൊടും ക്രൂരതകളും തന്നെ ഒരു മതവും ഒരു മതവിശ്വാസികളും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അക്രമകാരികളായി വന്ന ആളുകൾക്ക് പേരിൽ ചിലപ്പോൾ മതത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകാം, പക്ഷേ അവർക്ക് മതമില്ല, അക്രമങ്ങൾക്ക് മതമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അക്രമകാരികളുടെ മതം പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയമാണ്. അവരുടെ മതം, അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികാരം ഉറപ്പിക്കുക, അതൊന്നും കൂടി സ്ഥാപിക്കുക, അത് അരക്കിട്ടുറപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരു ഇതുപോലെയുള്ള അക്രമങ്ങളുടെയും പിന്നിലെ ആത്യന്തികമായ ലക്ഷ്യം. നേരെമറിച്ച് അത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് എന്തെങ്കിലും നേട്ടം കിട്ടണം എന്നൊരു താല്പര്യം അവർക്കില്ല. പക്ഷെ അവര് മതത്തിന്റെ പേരിനെ ടൂളായി, ആയുധമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം.
ഇപ്പൊ റിലീജിയൻ ഇവിടെ ഒരു പ്രശ്നമല്ല. റിലീജിയൻ അല്ല അക്രമങ്ങളുടെ പിന്നിലെ താല്പര്യം. നേരെ മറിച്ച് പൊളിറ്റിക്സ് ആണ്. അവരുടെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പൊടിക്കൈ മാത്രമാണ്. പക്ഷെ ആ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ മതത്തിന്റെ ലേബൽ അവർ ചേർത്തുന്നു എന്ന് മാത്രം. ഇങ്ങനെ ഈ കാര്യത്തെ വിലയിരുത്താനാണ് നാം ശ്രമിക്കേണ്ടത്. എന്നാൽ ദൈവങ്ങളെയും മതങ്ങളെയും ടൂളായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ഈ വെറുപ്പിന്റെ ശക്തികൾ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ മതത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർക്ക് നേടാൻ കഴിയാം. ഇപ്പോൾ ഈ അക്രമത്തെക്കുറിച്ച് തന്നെ വാർത്താ മാധ്യമങ്ങളിൽ മീഡിയകളിൽ വരുന്നത് അക്രമകാരികളായ ക്രൂരന്മാരായ ഭീകരന്മാരായ ആ വന്ന ടീം അവിടെയുള്ള ടൂറിസ്റ്റുകളോട് ചോദിച്ചു അത്ര നിങ്ങൾ മുസ്ലിമാണോ എന്ന്. എന്നിട്ടാണ് അത്ര വെടിവെച്ചത്. ഇത് ഈ വരുന്ന വാർത്തയാണ്. ഈ വാർത്ത എത്രമാത്രം സത്യസന്ധമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇതിലും വലിയ വാർത്തകൾ പിന്നീട് നുണകളുടെ കോട്ടകൊത്തളങ്ങളായി പൊളിഞ്ഞു പോയ അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ വാർത്ത ശരിയാണെങ്കിൽ, അങ്ങനെ ഒരു വാർത്ത ശരിയാണെങ്കിൽ ഈ സംഭവത്തിന്റെ പിന്നിലെ ഒരു ഇസ്ലാമിനെയോ മുസ്ലിമിനെയോ പങ്കു ചേർക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഇസ്ലാമിനും മുസ്ലിമിനും അതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു അതിർത്തി പ്രദേശത്ത് ഇങ്ങനെയൊരു അത്യാഹിതം സംഭവിച്ചതിന്റെ പേരിൽ ഒരു കാരണവശാലും ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതുമില്ല. അഥവാ അതിർത്തി രാജ്യവുമായി നമ്മുടെ രാജ്യത്തിനുമായുള്ള ഒരു അകൽച്ചയുടെ പേരിലോ മറ്റോ നടന്ന അക്രമമാണെങ്കിൽ പോലും, എന്താണ് അക്രമത്തിന്റെ താല്പര്യം എന്നവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അതിന്റെ പേരിൽ, അതിർത്തി രാഷ്ട്രത്തിന്റെ പേരിൽ പാകിസ്ഥാൻ എന്നായതിന്റെ പേരിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ അക്രമം ആര് ചെയ്താലും അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും അംഗീകരിക്കാൻ കഴിയില്ല. അത് മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും മതമുള്ളവൻ ചെയ്താലും മതമില്ലാത്തവൻ ചെയ്താലും അക്രമം അത് അനുവദിക്കപ്പെടില്ല. അക്രമം ആര് ചെയ്താലും അത് ന്യായീകരിക്കപ്പെടാവതല്ല എന്നുള്ളതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ തിയറി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മുസ്ലിം പേരുകാരൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് അത് ഇസ്ലാമിന്റെ പേരിൽ ചാർത്തപ്പെടുന്ന, അല്ലെങ്കിൽ അതിന്റെ പേരിൽ മാത്രം ചാർത്തപ്പെട്ട് നുണപ്രചരണം നടത്തുന്ന നുണപ്രചരണങ്ങളിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിന്റെ പ്രത്യേകമായ ഒരു അവസ്ഥ അതാണ്. കാരണം മുസ്ലിം പേരും മുസ്ലിം നാടും കാണുമ്പോഴേക്ക് ഇസ്ലാമിക് ഫോബിക്ക് വളർന്നു വരികയാണ്. എന്നിട്ട് അതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ മറുപടി പറയേണ്ട, അവർ തലകുനിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു അക്രമ പ്രവർത്തനം നടന്നാലും അതിന്റെ പേരിൽ വിശദീകരണം കൊടുക്കാനോ തലകുണിക്കാനോ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ബാധ്യസ്ഥരല്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യേണ്ടതില്ല. കാരണം അക്രമത്തിന് ഇസ്ലാം എതിരാണ്. ശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ അള്ളാഹു വളരെ കൃത്യമായിട്ട് പറയാണ്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലന്നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ആരെങ്കിലും നിരപരാധിയെ വധിച്ചു കളഞ്ഞാൽ, ഒരു കാരണവുമില്ലാതെ നിരപരാധിയെ ഒരാൾ കൊന്നാൽ, ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. അഥവാ ചെറിയ ഒരു കൊലപാതകം ഒരു വ്യക്തിയെ ഒരാൾ നടത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണെന്ന സുന്ദരമായ ഒരു ആശയം പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. അഥവാ ഒരു മനുഷ്യന്റെ വില ലോകത്തിന്റെ വിലയാണ്. ലോകത്തിന്റെ വില നിങ്ങളെ സംഘടിപ്പിച്ചു നോക്കൂ. ഈ ലോകത്തിന്റെ വിലയാണ് ഒരു മനുഷ്യന്റെ വില. ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് അത്രമേൽ കൊടും കുറ്റമാണ്. സബഉൽ മൂബഖാത്തിൽപ്പെട്ട ഒരു കുറ്റമാണ്. പിന്നെ അങ്ങനെയുള്ള ഒരു കുറ്റത്തെ ഇസ്ലാം വളരെ ലളിതമായിട്ട്
പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് പറയോ? ഒരിക്കലും പറയില്ല. പക്ഷെ ഇസ്ലാം അങ്ങനെ പറയുമെന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ സയനിസ്റ്റുകളുടെ, ഫാസിസ്റ്റുകളുടെ താല്പര്യമാണ്. അവർ ഏതൊരു അവസരവും ഉപയോഗപ്പെടുത്തിയിട്ട് അത് ഇസ്ലാമിന്റെ പേരിൽ ചാർത്താനുള്ള ശ്രമം നടത്തും. പക്ഷെ അങ്ങനെ ചാർത്തിയിട്ട് കാര്യമില്ല, അതങ്ങനെ സംഭവിക്കൂല. മാത്രമല്ല ഖുർആൻ ചേർത്ത് പറയുന്നു, വമൻ അഹ്യാഹ, ആരെങ്കിലും ഒരു മനുഷ്യന് ജീവൻ നൽകിയാൽ, ഒരു മനുഷ്യന് ഒരാൾ സുരക്ഷിതത്വം നൽകിയാൽ, ഒരു മനുഷ്യനെ മറ്റൊരു അക്രമകാരിയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതുപോലെയാണ്. ഇതാണ് ഇസ്ലാമിന്റെ ആശയം. ഇങ്ങനെ സുന്ദരമായ ഒരു ആശയം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഇസ്ലാമിനോ ഇസ്ലാമിന്റെ അനുയായികൾക്കോ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ കഴിയില്ല. അപ്പോ അവിടെ വന്ന വാർത്തകളോ, ആ വാർത്തകൾ സാങ്കല്പികമാകാം, നുണകളാകാം, അല്ലെങ്കിൽ അവർ ആ ഭീകരന്മാരായ ആളുകൾ ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളാകാം, അല്ലെങ്കിൽ ഏജൻസികളാകാം, ആരുമാകാം. ഇസ്ലാമുമായി അവർക്ക് യാതൊരു ബന്ധമില്ല എന്ന് കണിശമായി അസന്നിഗ്ധമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. കാരണം വിശുദ്ധ ഖുർആന്റെ ഒരു പ്രഖ്യാപനമാണത്. സബഉൽ മൂബിഖാത്തിൽപ്പെട്ടൊരു കുറ്റമാണത്. എത്രത്തോളം അപരാധിയായ ആളെപ്പോലും ഇസ്ലാമിക നിയമപ്രകാരം കൊല്ലണമെങ്കിൽ വ്യവസ്ഥകളുണ്ട്. ഒരാൾ മറ്റൊരുത്തനെ കൊന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിയാൽ പോലും ശിക്ഷ നടപ്പാക്കാൻ പോലും കൃത്യമായ വ്യവസ്ഥകൾ പറയുന്ന മതമാണ് ഇസ്ലാം. അങ്ങനെയുള്ള ഒരു ഇസ്ലാമിന്റെ പേരിൽ നുണ പറഞ്ഞ് ഇസ്ലാമിക് ഫോബിക്ക് പ്രചരിപ്പിക്കുന്ന പ്രവണതകൾ നമ്മൾ കാണാതെ പോകരുത്. ഈ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ, ആക്രമണം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സംഘപരിവാർ IT സെല്ലുകളിലും സംഘപരിവാര ഗ്രൂപ്പുകളിലും മുസ്ലിം വിരുദ്ധത തിളച്ചു മറിയാണ്. അഥവാ ഇസ്ലാമിക ഭീകരത നശിക്കട്ടെ എന്ന രൂപത്തിലാണ് പ്രചരണങ്ങൾ നടക്കുന്നത്. അവിടെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെ മുസ്ലിമീങ്ങൾ വന്ന് കൊന്നതുപോലെയാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ വധിക്കപ്പെട്ട പകുതി ആളുകളും മുസ്ലിമീങ്ങളായിരുന്നു എന്നുള്ളതാണ് അവിടെ. OV വിജയന്റെ ഒരു വാക്കുണ്ട്, രാജാവിനെതിരെ ജനവികാരം ഉയരുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുക രാജതന്ത്രമാണ്. ആ ഒരു അർത്ഥത്തിലേക്കും ഈ ഒരു കാര്യത്തെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലെങ്കിലും മതം പറഞ്ഞ് ഈ രാജ്യത്ത് ആരാണ് മനുഷ്യനെ കൊല്ലുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം. ജയ് ശ്രീറാം വിളിക്കാൻ പറഞ്ഞു, അത് വിളിച്ചു. അത് വിളിക്കാത്തതിന്റെ പേരിൽ എത്ര പച്ച മനുഷ്യരെയാണ് ഇന്ത്യൻ തെരുവുകളിൽ അക്രമകാരികളായ ആളുകൾ കൊന്നത്. അത് മതം പറഞ്ഞിട്ടല്ലേ? കത്തിച്ചു കൊന്നിട്ടില്ലേ? വെടിവെച്ച് കൊന്നിട്ടില്ലേ? കത്തി കൊണ്ട് കുത്തിക്കൊന്നിട്ടില്ലേ? ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ രാജ്യത്താണ്. മതം നോക്കി നിയമങ്ങൾ ഉണ്ടാക്കുന്നില്ലേ ഇവിടെ? മതം നോക്കിയിട്ട് ആരാധനാലയങ്ങൾ തകർക്കുന്നില്ലേ ഇവിടെ? മതം നോക്കിയിട്ട് വീടുകൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തുന്നില്ലേ മതം നോക്കിയിട്ട്? ആരാണ് മതം നോക്കിയിട്ട് വിദ്വേഷ പ്രചരണം, വിദ്വേഷത്തിന്റെ കാര്യങ്ങൾ ഈ രാജ്യത്ത് നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ചാരി നിൽക്കുന്ന നിരപരാധിയായ മുസ്ലിമീങ്ങൾക്ക് നേരെ ഒരു കാരണമില്ലാതെ ആക്ഷേപങ്ങൾ ചെയ്ത് വിടുകയാണ്. ആലോചിച്ച് നോക്കൂ, ഇത് സംഘപരിവാറിന്റെ ഒരു രീതിയാണ്. അഥവാ ഒരു ഭാഗത്ത് രാജ്യസ്നേഹം വല്ലാതെ പറയുകയും മറുഭാഗത്ത് രാജ്യവിരുദ്ധമായ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥനായ മഹേഷ് കുമാർ അടക്കം 2 ഡസനോളം ആളുകള് രാജ്യത്തിന്റെ രാഷ്ട്രം ഈ പറയപ്പെട്ട രാജ്യത്തിന്റെ ആളുകൾക്ക്, അയൽ രാജ്യത്തിന്റെ ആളുകൾക്ക് ഉറ്റിക്കൊടുത്തതിന്റെ പേരിൽ ഈ അടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാകിസ്ഥാന് ചാരപ്രവർത്തി നടത്തിയതിന്റെ പേരിൽ തന്നെ 11 ഹിന്ദുത്വ ഭീകരന്മാരെ മധ്യപ്രദേശിൽ ഈ അടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് രാജ്യസ്നേഹം പറയും, മറുഭാഗത്ത് രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യും. അഥവാ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഇവിടെ നടക്കണം എന്നുള്ളത് ഇവരുടെ താല്പര്യമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അക്രമങ്ങൾ നടന്നത് വല്ലാത്ത പ്രയാസമാണ്. കാരണം ഇന്നും കാശ്മീരിലെ ജനങ്ങൾ അതിന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഇതിന്റെ നേട്ടം? ഇങ്ങനെ ഒരു കലാപം നടക്കുമ്പോൾ, ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ ആർക്കാണ് അതിന്റെ നേട്ടം?
നമ്മളെ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ നേട്ടം ഈ രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് തന്നെയാണ്. മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ രാജ്യത്ത് ഇപ്പോൾ വഖഫിന്റെ ആ നിയമങ്ങൾ പാസാക്കിയതിന്റെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രക്ഷോഭങ്ങളൊക്കെ ഒന്ന് അയവ് വരുത്താൻ പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ താൽക്കാലികമായ ഉത്തരവൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ പറ്റൂല. താൽക്കാലികമായ ഉത്തരവിലോടുകൂടെ അവരിപ്പോ നിർമ്മിച്ചുണ്ടാക്കി എഴുതി തയ്യാറാക്കി പാസാക്കിയ നിയമങ്ങൾ താൽക്കാലികമായി അടക്കി വെച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിധിയോടുകൂടെ താൽക്കാലികമായി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കാത്തത് കൊണ്ട് പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് രാജ്യത്തിനെ കൊണ്ടുപോകുന്നോ എന്ന് ന്യായമായും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഏത് തന്നെയായാലും ഇത് മതങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നമായി പ്രശ്നവൽക്കരിക്കാൻ നോക്കുന്ന മാധ്യമങ്ങളെയും മീഡിയകളെയും ഏജന്റുമാരെയും നാം തിരിച്ചറിയണം. നമ്മുടെ രാജ്യം നമ്മുടെ ജീവനാണ്. ഈ രാജ്യത്ത് നമ്മൾ ജീവിച്ചവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ രാജ്യത്ത് തന്നെ നാം മരിക്കേണ്ടവരുമാണ്. രാജ്യസ്നേഹം ഇസ്ലാമിന്റെ ദീനിന്റെ ഭാഗമായിട്ടാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ ജീവിച്ച രാജ്യത്ത് തന്നെ നമ്മൾ മരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അഭിലാഷമാണ്. അപ്പൊ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയും സഹകരണത്തിന് വേണ്ടിയും ഒരുമിച്ച് നിൽക്കുക എന്നുള്ള മൂല്യവത്തായ ഒരു കാര്യമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ തന്നെ ഈ സംഭവത്തിൽ ആദിൽ ഹുസൈൻ എന്ന ഒരു കുതിര സവാരിക്കാരനാണ് ഈ ഭീകരന്മാരുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങിയത്. ഒരു ഭീകരന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിയപ്പോ മറ്റൊരു ഭീകരൻ ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു എന്നുള്ള. ആദിൽ ഹുസൈൻ അദ്ദേഹത്തിന്റെ പേര് മുസ്ലിമാണ്. അങ്ങനെ രക്തസാക്ഷിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട് ഇസ്ലാം. അതാണ് രക്തസാക്ഷിത്വം എന്നല്ല. കാരണം അക്രമിയുടെ കൈ പിടിക്കുക, ആ സമയത്ത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അക്രമകാരിക്കെതിരെ വിരൽ ചൂണ്ടുക, ആ സമയത്ത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ രക്തസാക്ഷിത്വത്തിന്റെ പവർ ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ പ്രദേശങ്ങളിലൊക്കെ ഈ ടൂറിസ്റ്റുകൾക്ക് മുഴുവൻ സഹായ സഹകരണങ്ങളൊക്കെ നൽകിയത് പ്രദേശവാസികളായ മുസ്ലിമീങ്ങളാണ്. ഈ ഒരു ആശയം, ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇപ്പോൾ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ തന്നെ പറഞ്ഞ കമന്റുകൾ നമ്മൾ കണ്ടതാണ്. അവരെ അതുവരെ സംരക്ഷിക്കുകയും എല്ലാവിധ ഒത്താശകളും ചെയ്യുന്നത് 2 മുസ്ലിം സഹോദരങ്ങളായിരുന്നു. അതാണ് ഇസ്ലാമിന്റെ മൂല്യം. എന്ത് തന്നെയായാലും ഇത്തരം അക്രമകാരികളായ ആളുകളുടെ അക്രമം കൂടുതലൊന്നും മുന്നോട്ട് പോവുകയില്ല. നിസ്സംശയം അവരെ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖീ ദഅവത്തിൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. ആക്രമിക്കപ്പെട്ട ആൾ ആര് തന്നെയായാലും അവന്റെ പ്രാർത്ഥനയ്ക്ക് വല്ലാത്ത ഫലമുണ്ട് എന്നാണ് അല്ലാഹു തആല. അതുകൊണ്ട് തന്നെ ഈ അക്രമകാരികളായ ആളുകളെ മുച്ചൂടും അല്ലാഹു തആല നശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമായ ഒരു രാജ്യമാക്കി അല്ലാഹു തആല മാറ്റുമാറാവട്ടെ. ശാന്തിയും സമാധാനവും നിറഞ്ഞ, മതേതരത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമായി അല്ലാഹു തആല നമ്മുടെ രാജ്യത്തെ മാറ്റുമാറാവട്ടെ. എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ രാജ്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വഖഫുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭ പരിപാടികളൊക്കെ, വഖഫിന്റെ നിയമത്തിനെതിരെ പ്രക്ഷോഭ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച ദിവസം 29 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് തൃശ്ശൂരിൽ വെച്ച് ഭരണഘടനാ സംരക്ഷണ റാലി എന്നൊരു റാലി നടക്കുന്നുണ്ട്. മുഴുവൻ ആളുകളെയും അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സംഘാടക സമിതി അംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ലെറ്റർ തന്നിട്ടുണ്ട്. പരമാവധി ആളുകളൊക്കെ, പറ്റാവുന്ന ആളുകളൊക്കെ നിർബന്ധമായും അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.